ആം ഐ ഓഡിബിൾ? എന്റെ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ? Yes, ma'am. ഓക്കെ. ഞാനിപ്പോ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വേറൊന്നും അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചിട്ട് കൊടുത്ത് കാണാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് പഠിപ്പിക്കാനൊന്നല്ല, ജസ്റ്റ് കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു സെഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റിൻറ്റു എന്നാണ്. ഞാൻ ഇവിടെ SNRL കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. HOD ആണ്. ഞങ്ങൾക്ക് SNR കൺസൾട്ടൻസിന് മെയിൻ ആയിട്ട് 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. സ്ട്രക്ചർ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മൂന്നാമത് ജിയോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ കറന്റ് സിറ്റുവേഷൻ വെച്ചാൽ ഈ 3 ഡിപ്പാർട്ട്മെന്റും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആർക്ക് വേണമെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം, അവിടുത്തെ പ്രൊജക്ട്സിൽ ഇൻവോൾവ് ആവാം. സോ എനിക്ക് സ്ട്രക്ചർ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തിരിച്ച് അവിടെ നിന്നും കുറച്ച് പേര് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് വർക്ക്സും ചെയ്യാറുണ്ട്. ഇത് കൂടാണ്ട് പ്രൊജക്ട് മാനേജ്മെന്റിലും സ്ട്രക്ചറിലുള്ളവരും ജിയോ ചെയ്യാറുണ്ട്. സോ ഇത് നിങ്ങളുടെ ലൈക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം പ്രൊജക്ട്സ്. കമ്പൽസറി ആയിട്ട് ഒരേ വർക്ക് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. പിന്നെ ഇനി എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ ഞാൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MTech കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതാണ്. അത് 2020 കംപ്ലീറ്റ് ചെയ്തതാ. ഇപ്പോൾ ഒരു 5 വർഷമായി. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായി. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. ഞാൻ ജോയിൻ ചെയ്തത് തൊട്ട് ഇന്ന് വരേക്കും 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഗിറ്റ്സിന് ക്ലാസ് എടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഗിറ്റ്സിന്റെ ഒരു പാറ്റേൺ ഓൾമോസ്റ്റ് അറിയാം. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഞങ്ങൾക്ക് നല്ല പ്രോമിസിങ് ബാച്ചസ് ആയിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് ഓൾമോസ്റ്റ് 2 പേരെങ്കിലും മിനിമം 2 പേരെങ്കിലും ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരുടെ പേര് പറയുവാണെങ്കിൽ രാജലക്ഷ്മി, ദേവു, ഗിരീഷ്, അൻസു, അൻസു ഇപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ നിർമ്മല, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ വേറെയും കുറച്ച് പേരുണ്ട്, ഞാനിപ്പോ പേരുകളൊന്നും ഓർക്കുന്നില്ല. അങ്ങനെ ഓരോ ഇയറും നിങ്ങളുടെ നിന്ന് സീനിയേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവരവരുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസ് അങ്ങനെ പോയവരാണ് കൂടുതലും. അതിലിപ്പോ പോയിട്ടും തിരിച്ച് പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവരും ഉണ്ട് കൂട്ടത്തില്. ഓക്കെ. ഇനി SNR കൺസൾട്ടൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ ജനറലി, ഞാൻ പറഞ്ഞു 3 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ 3 ഡിപ്പാർട്ട്മെന്റിന്റെയും വർക്ക്സ് നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട്. പോരാണ്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രൊജക്റ്റ് കിട്ടിയാൽ അതിന്റെ സ്ട്രക്ചറൽ ചെയ്യും, പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യും, അതുപോരാണ്ട് സൈഡിലെ കൺസ്ട്രക്ഷൻ വർക്ക്സും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ സോയിൽ റിപ്പോർട്ട്സ്, നമുക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ട്, അവരുടെ സ്ഥിരമായിട്ടുള്ള സോയിൽ റിപ്പോർട്ട്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോയിൽ ബോർഡ് ടെസ്റ്റിംഗ് അങ്ങനെയൊന്നുമല്ല, റിപ്പോർട്ട്സ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതായത് സോയിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കുമല്ലോ, അത് കൊടുക്കുന്നതുണ്ട്. ഇനി നിങ്ങളുടെ ട്രെയിനിങ്ങിനെ കുറിച്ചായിരിക്കും നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ നിന്ന് എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ കുറെ കാര്യങ്ങൾ SNR ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ സമയം കളയത്തില്ല. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് തരാം, ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഞങ്ങളുടെ വർക്ക്സ് നിങ്ങൾക്ക് മിക്കതും കാണാൻ പറ്റും. അതിൽ നോക്കുക, ഞങ്ങളുടെ കൂടെയുള്ള എഞ്ചിനീയേഴ്സിന്റെ ലിസ്റ്റും അതിനകത്തുണ്ട്. ഇനി അതുപോലെ തന്നെ എക്സ്ബിൽഡ് എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ഒരു സെക്കൻഡ് കമ്പനിയാണ്. എക്സ്ബിൽഡ് സോഫ്റ്റ്വെയർ മെയിൻലി സോഫ്റ്റ്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് ആണ്. അതുമാത്രമല്ല സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് നിങ്ങൾ സെല് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിൽ ആഡ്സ്പ്രോ, എസ്റ്റമാക്സ്, ഒപ്റ്റമാക്സ്, ഒരു ERP 4 കൂടി വരുന്ന ഒരു പാക്കേജ് ആണ്. ഇതിന് ഇൻഡിവിജ്വൽ ആയിട്ടും കൊടുക്കാറുണ്ട്, കമ്പൈൻഡ് ആയിട്ടും. നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഈ 4 സോഫ്റ്റ്വെയർസും ഫ്രീ ഓഫ് കോസ്റ്റ് തരുന്നതാണ്. ഇത് ആക്ച്വലി കോസ്റ്റ് ഉള്ള സോഫ്റ്റ്വെയർസ് ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് സ്റ്റുഡൻസിന് മാത്രം, പ്രത്യേകിച്ച് ഗിറ്റ്സിന് മാത്രമായിട്ട് തരുന്ന ആക്സസ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങളുടെ ആക്സസ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ IDs എല്ലാം ക്യാൻസൽ ചെയ്യും. ഓക്കെ. ഈ ഒരു ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർസ് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്തോരം വേണമെങ്കിലും പ്രൊജക്ട്സ് പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം.
അങ്ങനെ അൺലിമിറ്റഡ് ആക്സസ് വരുവാണ്. ഇതുപോലെ ആക്സസ് ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയർസും സ്റ്റുഡൻറ് ലൈസൻസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റുഡൻറ് ലൈസൻസ് ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് അത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എക്സ്ബിൾഡ് സോഫ്റ്റിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാനും ഒരു ലിങ്ക് ഞാൻ അയക്കാം. രണ്ടും നിങ്ങൾ കണ്ടു നോക്കും നിങ്ങളുടെ സൗകര്യം പോലെ. ഞാനിതിന് വാദരാന്ത് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യം ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി. അപ്പൊ ഇവരുടെ പ്രൊജക്ട്സ് ഒക്കെ എനിക്ക് പ്രോമിസിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എക്സ്ബിൽഡിനെ കുറിച്ച് അറിയുന്നത്. എക്സ്ബിൽഡിന്റെ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് നോക്കി. അപ്പൊ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ആക്ച്വലി ഇത് സോഫ്റ്റ്വെയർ ക്രേസി പേഴ്സണാ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ആ ഒരു ടേസ്റ്റിന് പറ്റിയ കമ്പനി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ആൻഡ് ഇപ്പൊ 4 വർഷമായിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഒത്തുപോകാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ജോലി തരാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കറന്റ്. പിന്നെ ജസ്റ്റ് അസൈൻമെന്റ് ചെയ്യുക, അറ്റൻഡൻസ് വെച്ചാൽ പരിപാടി തീരുമെന്ന് വിചാരിക്കരുത്. കുറച്ചൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ നോക്കാം. കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രൊജക്ട് മാനേജർ ആയിട്ട് മാറാൻ കഴിയില്ല. കാര്യം പ്രൊജക്ട് മാനേജ് ചെയ്യുമ്പോൾ ക്ലയന്റ്, അതുപോലെ സപ്ലയർ, ഡീലർ, എന്തിന് യൂണിയൻകാരെ സൈഡിലെ ബംഗാളിയുടെ വരെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത്രയും നേരം ഞാൻ മലയാളത്തിൽ സംസാരിച്ചേ. ഇതിൽ മലയാളം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നോൺ മലയാളീസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് കൈ റേസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ആരും ഇല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ് ഞാൻ മലയാളത്തിൽ എടുക്കാം. ഇന്നിപ്പോ ക്ലാസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ അങ്ങനെ വെക്കാം, കുഴപ്പമില്ല. അങ്ങനെയും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ കുറച്ച് ക്ലാസ്സുകൾ. എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരുന്നു. ഇന്നിപ്പോ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയുവാണ്. നോൺ മലയാളീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാളം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, എന്തിനാണ് നിങ്ങൾ അത് പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അത് മനസ്സിലാവാണ്ട് എന്തായാലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. കാണുന്നുണ്ടോ? ഒരു PDF ഷെയർ ചെയ്യുന്നത്. ഹലോ, ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണല്ലേ. ഇതിൽ ജിയോന്റെ അധികം നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. കാര്യം ജിയോന്റെ റിപ്പോർട്ട് റൈറ്റിംഗ് നിങ്ങളെ ബേസിക് ഒന്ന് പറഞ്ഞു തരുന്നല്ലാണ്ട് നിങ്ങൾക്ക് അത് വെച്ച് കൂടുതൽ ഫയൽസ് തരണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ തരത്തുള്ളൂ. കാരണം അതിനും കൂടി റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള വർക്ക്സാണ്. അപ്പൊ അതിന്റെ കുറച്ച് നിങ്ങൾ എക്സ്പോസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ കൂടുതൽ പഠിക്കാം കേട്ടോ. നിങ്ങൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് മെസ്സേജ് അയക്കുന്നതിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ മെയിൽ ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യാം. ഓക്കെ, ഇനി സ്ട്രക്ചറൽ ഡിസൈൻ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് പയ്യെ നിങ്ങൾ പ്രൊജക്ട് മാനേജ്മെന്റിലേക്ക് വരും. അതിന്റെ റീസണും ഇത് ഈ പാറ്റേണിലാണ് നിങ്ങൾക്ക് പ്രൊജക്ട്സ് വരാൻ പോകുന്നത്. അതായത് ഭാവിയിൽ നിങ്ങൾ ബിൽഡിങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വരാ ഒരു ആർക്കിടെക്ചർ ഡ്രോയിങ് കൊണ്ടായിരിക്കും. സോ ആർക്കിടെക്ചർ ഡ്രോയിങ് മനസ്സിലാക്കി ആ ക്ലയന്റ് റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ബിൽഡിങ് നിങ്ങൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് അവരകലേക്ക് കൊടുക്കും. ആ കൊടുത്ത ഡ്രോയിങ് അവരത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു കോൺട്രാക്ടർ എടുത്ത് കൊടുക്കും. സോ ഫ്രം കോൺട്രാക്ടർ നമുക്ക് അതൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ലെവലിലേക്ക് മാറുന്നത്. പിന്നെ ആ വെച്ചിരിക്കുന്ന സ്ട്രക്ചർ ഡ്രോയിങ് വെച്ചിട്ട് അവർ പ്ലാനിങ് ചെയ്യും, എസ്റ്റിമേഷൻ ചെയ്യും, ബാർബെൻഡിങ് ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യും. ഫൈനലി അതിന്റെ എക്സിക്യൂഷൻ സൈഡ് തുടങ്ങും. എക്സിക്യൂഷൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം മണ്ണിൽ നിന്ന് തുടങ്ങുന്നത് മേളിലേക്ക് പണിയുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് അകത്തോട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. പണിയുമ്പോൾ മണ്ണിൽ നിന്ന് മേളിലോട്ടാണ് പണിയുന്നത്. അതായത് ആദ്യം ഫൗണ്ടേഷൻ ചെയ്യും, പിന്നെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ മേളിലോട്ട് പണിതു പോകും. ഈ ഒരു ഫ്ലോയിൽ തന്നെയായിരിക്കും നിങ്ങൾ പഠിക്കാനും പോകുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തിനും ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കുന്നതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ കുറെ എന്തൊക്കെയോ ഇവിടെ പഠിച്ചിട്ട് പോകുന്നു, പിന്നെ ഭാവി നിങ്ങൾക്ക് ഇതൊരു ഉപകാരം ഇല്ലെന്ന് നിങ്ങൾ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് സ്ട്രക്ചർ കം പ്രൊജക്ട് മാനേജ്മെന്റ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ട് പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ടിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ റിദ്ധി സിദ്ധിയുടെ ഒരു ഗൗഹാട്ടിയിലെ റിദ്ധി സിദ്ധി എന്നാണ് പ്രൊജക്ടിന്റെ പേര്. ഗൗഹാട്ടിയിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു 12 നിലയുള്ള വലിയ ബിൽഡിംഗ് ആണ്.
ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ദിവസം പറയുവാണെങ്കിൽ ഞാൻ അവർക്ക് ഓൺലൈനായിട്ട് റീബാർ ചെക്കിങ് വെക്കാറുണ്ട്. അതായത് അവരവിടെ സൈറ്റിൽ കമ്പി പണിത് വെക്കുന്നത് നമ്മളിവിടെ ഓഫീസിൽ നിന്നല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. സോ ഞാൻ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്യും അത്. അപ്പൊ ഗൗഹാട്ടിയിലാണ് പ്രൊജക്ട് നടക്കുന്നത്, ആസാമിൽ. ഞാൻ ഇവിടെ നിന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറയാം. അത്യാവശ്യം വലിയ പ്രൊജക്റ്റാ. 5 ഫ്ലാറ്റ്സ് ഒരു ഫ്ലോറിൽ വരുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന്റെ റീബാറിന്റെ, ബീമിന്റെ അല്ലെങ്കിൽ സ്ലാബിന്റെ റീബാർ ചെക്കിങ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കാണാം, പഠിക്കാം. ഇതൊരു പ്രൊജക്റ്റ് ആണ്. ഇതുപോലെ ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന റിദ്ധിസിദ്ധിയുടെ മെഹറാണ്. അത് പൈൽ ബോറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കിമി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് പനമ്പിളി നഗറിൽ. അങ്ങനെ കുറച്ച് പ്രൊജക്ട്സ് ഇപ്പോൾ റണ്ണിങ് ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണ്. പ്രൊജക്റ്റിന് സൈഡ് മീറ്റിംഗ്സ് വെക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് മോർണിംഗ് ടു ഈവനിങ്, അതായത് 9 to 5 ടൈം ഇന്റർവെല്ലായിരിക്കും നമുക്ക് ആ മീറ്റിംഗ്സ് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറയാം, ഞാൻ അങ്ങനത്തെ മീറ്റിംഗ്സ് വെക്കും. ഗൗഹാട്ടിയുടെ മീറ്റിംഗ്സ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഇന്ന് 3 മണിക്ക് ഉണ്ടായിരുന്നു ആ മീറ്റിംഗ്. അതുപോലെ ഇനി നാളെയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാൻ കാണാം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് ഹിന്ദിയെ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ മിക്കവാറും മീറ്റിംഗ് ഹിന്ദിയിലായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഇംഗ്ലീഷിൽ എടുക്കാം. ഓക്കെ, ഇനി ഇത് തന്നെയാണ് നമ്മുടെ മോഡ്യൂൾസും. അതായത് നമ്മൾ എങ്ങനെ ഡിസൈൻ തൊട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവർക്ക് താക്കോല് കൊടുക്കുന്നവരേക്കുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ട്രെയിനിങ് തരുന്നത്. അതിൽ എല്ലാം നമ്മൾ മാനുവലി ചെയ്യാൻ പോയാലേ മറ്റേ ഉറുമ്പ് നടക്കുന്ന എഫക്റ്റ് ആയിരിക്കും, നമുക്ക് പണിതൊന്നും തരത്തില്ല. അപ്പോൾ ഇത്തിരി ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് സമയം സേവ് ചെയ്ത്, പൈസ മാത്രമല്ല സമയവും സേവ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ 6D കോൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നടക്കത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസും വരുന്നത്. അപ്പൊ സമയവും കൂടി സേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സോഫ്റ്റ്വെയർ ആയിട്ട് ലിങ്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ മാനുവലി എഴുതി കണക്കുകൂട്ടി ഡിസൈൻ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വർഷങ്ങളാണ് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ടാപ്സും സ്റ്റാഡും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊന്നും കൂടി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്സ്പ്രോന്റെ ഡിസൈൻ മോഡ്യൂൾസ് വരുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചർ ഡിസൈനിന്റെ ആദ്യം ഇൻട്രഡക്ഷനും ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കും. മാനുവലി ഉള്ള ഡിസൈൻ, അതായത് ബീമിന്റെ കാൽക്കുലേഷൻസ്, സ്ലാബിന്റെ കാൽക്കുലേഷൻസ്, അങ്ങനെ കാൽക്കുലേഷൻസ് വൈസ് ഉള്ള സ്റ്റഡീസ് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെക്കത്തുള്ളൂ. കാര്യം അത് ഓൾറെഡി നിങ്ങളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്ന പരിപാടി ഉണ്ടാവത്തില്ല. പകരം ഈ ടാപ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക, അതായത് വെറുതെ മോഡൽ ഉണ്ടാക്കി വെക്കുക എന്നല്ല, ആ മോഡലിൽ നിന്ന് നിങ്ങൾ എന്ത് ഇന്റർപ്രറ്റ് ചെയ്യണം, എന്താണ് അതിന്റെ റിസൾട്ട്, ആ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസൈൻ ആയിട്ട് മാറ്റാൻ പറ്റുക, ആ ഡിസൈൻ എങ്ങനെ ഡ്രോയിങ് ആക്കിയിട്ട് ക്ലയന്റിന് കൊടുക്കാം. നമ്മൾ ഈ ടാപ്സിൽ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. ക്ലയന്റ് എന്ന് പറയുന്ന മനുഷ്യന് ഈ സ്ട്രക്ചർ ഡിസൈൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവത്തില്ല. അയാൾ ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കാം, ഒരു ലോയർ ആയിരിക്കാം, ഇതൊന്നും പോട്ടെ, ഒരു സാധാ ഒരു കട നടത്തുന്ന ഒരാളായിരിക്കാം. അവർക്ക് നമ്മളുടെ ഈ കോംപ്ലിക്കേറ്റഡ് ടാപ്സ് മോഡൽ കൊണ്ടൊന്നും ചെയ്യാനില്ല. അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു ഡ്രോയിങ്ങിൽ വൃത്തിയായിട്ട് ഒരു ബീമിന് എത്ര കമ്പി ഉണ്ടെന്ന് വരച്ചു കൊടുക്കണം. ആ ലെവലിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുവരണം. ഹയർ കോൺസെപ്റ്റ്, സയന്റിഫിക് കോൺസെപ്റ്റിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഏറ്റവും സിമ്പിൾ കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിലാക്കിയിട്ട് ഡ്രോയിങ് ആക്കി കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചർ ഡിസൈനിന്റെ കോൺസെപ്റ്റ്. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലാതെ ഫെയിലിയർ ആണ്. BC ലേഔട്ട് പ്രിപ്പയർ ചെയ്യും. ഈ ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ആർക്കിടെക്ചർ ഡ്രോയിങ് കിട്ടും, അതിന് BC ലേഔട്ട് പ്രിപ്പയർ ചെയ്യും. ഈ BC ലേഔട്ടിന്റെ ബേസിസിലാണ് ഈ ടാപ്സിൽ മോഡൽ ചെയ്യുന്നത്. ഈ ടാപ്സിൽ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ലോഡ് ചെയ്യും. ആ ഒരു ബിൽഡിങ്ങിന്റെ പർപ്പസ്, ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട്, അതായത് ഇപ്പൊ ആ ബിൽഡിംഗ് റെസിഡൻഷ്യൽ ആയിരിക്കാം, കൊമേഴ്ഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയിരിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, എന്താണോ അതിന്റെ യൂസ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണോ അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ലോഡ് ചെയ്യും. ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ബിഹേവിയർ അനാലിസിസ് ചെയ്യും. ആ ബിഹേവിയറിന്റെ ബേസിസിലാണ് നമ്മൾ അതിന് ഡിസൈൻ, അല്ലെങ്കിൽ ഇത്ര സൈസുള്ള ബീം, കോളം, ഫൗണ്ടേഷൻ, ഫുട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അതെല്ലാം ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽ കൊടുക്കുന്നത്. ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ്, അതാ ഞാൻ പറഞ്ഞത്, ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് ഡ്രോയിങ് ആക്കി കൊടുക്കണം. അതാണ് ഡീറ്റെയിലിംഗ് പാർട്ട്. അപ്പൊ നിങ്ങൾ എത്ര നല്ല ഡിസൈനർ ആയാൽ പോലും
നിങ്ങൾ ഡീറ്റെയിലിംഗിൽ എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ, ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾ ഡിസൈൻ ചെയ്തത് വേറൊരാളെ ഡീറ്റെയിൽ ചെയ്യുമെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ ഉള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് അയാൾ കറക്റ്റ് മനസ്സിലാക്കി അത് ഡീറ്റെയിൽ ചെയ്യണം നിർബന്ധമില്ല. സോ ഡീറ്റെയിൽ ചെയ്യുന്നത് മിക്ക കമ്പനികളിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം കേട്ടോ. എഞ്ചിനീയർ ഉണ്ടാവും, ആ എഞ്ചിനീയറിന് ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ടാവും. നിങ്ങൾ എന്തോ ഡിസൈൻ ചെയ്തു അത് കൊടുക്കുന്നത് ഈ ഡ്രാഫ്റ്റ്സ്മാനാ. അയാൾ വരയ്ക്കുന്ന വരയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ തീർന്നു, നിങ്ങൾ ഡിസൈൻ തെറ്റായിട്ടായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഡ്രാഫ്റ്റ്സ്മാൻ വരയ്ക്കുന്ന ഡീറ്റെയിലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അപ്പൊ ഡീറ്റെയിലിംഗ് മനസ്സിലാക്കാനും ഡീറ്റെയിലിംഗ് ആവശ്യം വന്നാൽ വരയ്ക്കാനും നിങ്ങൾക്ക് കഴിയണം. ഇത് കഴിഞ്ഞാൽ ഇതല്ല, ഇതിനൊപ്പമുള്ള ഒരു കാര്യമാണ് ഫൗണ്ടേഷൻ ഡിസൈൻ. ഞാൻ പറഞ്ഞു ഡിസൈൻ ചെയ്യുമ്പോൾ മേലിൽ താഴിലേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ മേലിൽ താഴത്തോടെ നമ്മൾ ഡിസൈൻ ചെയ്യാം. പക്ഷെ പണിയുമ്പോൾ ഫൗണ്ടേഷൻ ഫസ്റ്റാ, അതായത് ഫൗണ്ടേഷൻ ആണ് ആദ്യം വരേണ്ടത്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രക്ചറൽ ഡിസൈനിൽ നിൽക്കത്തില്ല, നമുക്ക് അവിടെ ജിയോ ടെക്നിക്കലിന്റെ ഒരു ഭാഗം കൂടി വരും. അപ്പോൾ അവിടെ സോയിൽ ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് മനസ്സിലാക്കി അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ ഏത് യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടാപ്സിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻസ് വെച്ച് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാം. അത് ചിലപ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആയിരിക്കും, കമ്പൈൻഡ് ആയിരിക്കും, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആയിരിക്കും, പൈൽ ഫൗണ്ടേഷൻസ് ആയിരിക്കാം. അങ്ങനെ ഓരോ ബിൽഡിങ്ങിന്റെയും ലോഡ് റിക്വയർമെന്റ്സ് അനുസരിച്ചുള്ള ലോഡ് മാത്രമല്ല, അടിയിൽ നിന്നുള്ള സോയിലിന്റെ സ്ട്രെങ്ത്തും കൂടി നോക്കിയിട്ടാണ് ഫൗണ്ടേഷൻ നമ്മൾ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇത് ഇംപ്ലിമെന്റേഷൻ സൈഡാണ്. അതാണ് പ്രൊജക്ട് മാനേജ്മെന്റിന്റെ സൈഡ്. ഈ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡിവിഷനായിട്ട് അത് മാറും. പിന്നെ അതിന് വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട്. നമുക്ക് പ്രൊജക്ട് മാനേജ് ചെയ്യാൻ ഉള്ള അതേ സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സൈഡും വരും. അത് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഓഫീസ് വർക്ക്സും വരും. സപ്പോർട്ട് ചെയ്യുന്ന ഓഫീസ് വർക്ക് ആണ് അതേസമയം ഇതിന് ഇംപ്ലിമെന്റിംഗ് സൈഡാണ് പ്ലാനിങ്ങും അതുപോലെ പ്രൊജക്ടിന്റെ റിപ്പോർട്ട്സ്, കോസ്റ്റിംഗ്, ഇൻവെന്ററി, അതുപോലെ ഡെയിലി വർക്കുകൾ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വരുന്നത്. അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരാള് അയാളുടെ മൈൻഡിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും സൈറ്റിൽ നടത്തുമ്പോൾ അയാളുടെ മൈൻഡിൽ അതിരിക്കുന്നത്. അത് സൈറ്റിലുള്ളവർക്ക് അറിയാൻ പറ്റണമെന്നില്ല. അല്ല അയാൾ ഇന്നൊരു ദിവസം ലീവ് എടുത്ത് പോയിന്ന് വെച്ചോ, പകരം വരുന്ന ആൾക്ക് അത് അറിയണമെന്നില്ല. സോ ഇതൊരു ജനറൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ജനറൽ മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പൊ സാർ ഇന്നലെ പറഞ്ഞു ഫ്രഷർ ആയിരിക്കും, ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് വന്ന കൊച്ചിനെ ഞങ്ങള് സൈറ്റിലേക്ക് വിടുവാണ്. ഞങ്ങള് സൈഡിലേക്ക് വിടുമ്പോൾ ആ കുട്ടിയെ അവിടെ നിൽക്കുന്ന ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. കാര്യം ആ കുട്ടിയെ ബാക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഓഫീസിൽ അത്രയും സ്റ്റാഫുകൾ ഒരുമിച്ച് ബാക്ക് ചെയ്യുന്നത്. ആ കുട്ടിക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഹി ഓർ ഷീ ഓൺ ദ സ്പോട്ട് ടീംസ് മീറ്റ് വെച്ച് വിളിക്കുകയാണ്. നമ്മൾ എന്ത് ഡൗട്ട് ആയാലും നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ബിഹാഫിൽ നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, എന്ത് സപ്പോർട്ടും ഓഫർ ചെയ്യാൻ പറ്റും. സോ ആ ഒരാൾക്ക് 0 എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും അയാളുടെ നോളേജിനെ ബാക്ക് ചെയ്യാനുള്ള സപ്പോർട്ട് ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെയുള്ള ഒരു സിസ്റ്റമാണ് ERP, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ്. ERPയിൽ മെയിൻ ആയിട്ട് ഒരു പ്രൊജക്ട്, നമുക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൊട്ടേഷൻ ചെയ്യുന്നത്, ടെൻഡർ ചെയ്യുന്നത്, അതിൽ വരുന്ന ഓരോ പർച്ചേസ് ഓർഡേഴ്സ്, അതുപോലെ പർച്ചേസ് റിസീവ് ചെയ്ത ഐറ്റത്തിന്റെ സ്റ്റോക്ക് ഉള്ള മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്നത്, ഇതെല്ലാം പണ്ടൊക്കെ രജിസ്റ്ററിൽ എഴുതിയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മളിത് ERPയുടെ വിൻഡോയിലാണ് ചെയ്യുന്നത്. ഞാൻ നമ്മളുടെ ERP രജിസ്റ്റർ എനിക്ക് കാണിച്ചു തരാം. ERP എന്ന് പറയുമ്പോൾ നമുക്കൊരു സെർവർ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പ്രൊജക്ട്സ് ആണ് മാനേജ് ചെയ്യുന്നത്. നമുക്ക് എത്ര പ്രൊജക്ട്സ് ഉണ്ടോ അത്രയും പ്രൊജക്ട്സ് നമുക്ക് ഇതിൽ കൂടെ റൺ ചെയ്യാം. ഇതിൽ മെയിൻ ആയിട്ട് ടൂൾസ് വരുന്നത്, നമുക്കൊരു പ്രൊജക്റ്റിന് അതിന്റെ ടാസ്കും ലെവലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൽ എംപ്ലോയീസിനെ ആഡ് ചെയ്യാം, അവരെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാം, എത്ര മണിക്കൂർ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടോ. ഞാൻ വർക്ക് ചെയ്ത അവേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഞാൻ ഏതൊക്കെ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തു എന്നുള്ള ചാർട്ടാണ്. സെയിം എനിക്ക് റിപ്പോർട്ട്സ് ആയിട്ട് ആരുടെയും വേണമെങ്കിലും, എന്റെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആരുടെ വേണമെങ്കിലും റിപ്പോർട്ട്സും ഡീറ്റെയിൽസും എടുക്കാം. വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മാത്രമല്ല ലേബറിന്റെ എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ പ്രൊജക്ട്സിന്റെ വരുന്ന മെയിൻ കാര്യങ്ങൾ, ഇൻവോയ്സ്, കൊട്ടേഷൻസ്, പിന്നെ വരുന്നത് ഇൻവെന്ററി മാനേജ് ചെയ്യാനുള്ള, അതായത് റിസോഴ്സ് കൺസപ്ഷൻ, സൈറ്റിൽ എന്തോരം മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു, ഇനി സൈറ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ള റിക്വയർമെന്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യാനുള്ള തന്നെ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോക്ക്
സ്റ്റോക്ക് എന്തോരം ഉണ്ട്, GRN എൻട്രി, പർച്ചേസ് ഉള്ളത് ട്രാൻസ്ഫർ ചെയ്യാം, പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ സൈറ്റിൽ വരുമ്പോൾ ഒരു എൻട്രി ചെയ്യണം നമ്മൾ രജിസ്റ്ററിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത് യൂഷ്വലി പ്രൊജക്ട് മാനേജേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ മാത്രമായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, പൊതുവെ എല്ലാ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിലും എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവരത് അവിടെ ചെയ്യുന്നത് ചിലപ്പോൾ പേന പേപ്പർ എടുത്തിട്ട് ബുക്കിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളുടെ എഞ്ചിനീയർ പോകുമ്പോൾ കൈ വീശി പോകും, ഫോൺ എടുത്ത് വെച്ച് ഫോണിലായിരിക്കും പണിയുക. അപ്പൊ അവിടെ ഇരിക്കുന്ന കോൺട്രാക്ടർക്കും ക്ലയന്റിനും ഭയങ്കര ദേഷ്യം തോന്നും. കാരണം ഈ ചെക്കൻ വന്നപ്പോ തൊട്ട് അല്ലെങ്കിൽ ഈ പെങ്കൊച്ച് വന്നപ്പോ തൊട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ആക്ച്വലി അവരെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതല്ല, അവര് ഓരോ എൻട്രിയും ഞങ്ങളുടെ ERP-യിലാണ് ചെയ്യുക. ERP-യിലായിരിക്കും മാനേജ് ചെയ്യുക. അപ്പൊ അവർക്ക് പേപ്പറും പേനയുടെ ആവശ്യമില്ല. ഓൺ സ്പോട്ട് ഫോൺ എടുക്കുക, നെറ്റ് കണക്ട് ചെയ്യുക, വീട്ടുകളുടെ വെബ്സൈറ്റ് എടുക്കുക, എൻട്രി ചെയ്യുക. അത്രേ കാര്യമുള്ളൂ. അവരവിടെ എൻട്രി ചെയ്യുന്ന മൊമെന്റ് നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന കാര്യങ്ങൾ അവിടെ പർച്ചേസിന് വേണ്ടിയിട്ട് റിക്വയർമെന്റ് അയച്ചിട്ടുണ്ട്. സോ അതിന്റെ ഹയർ അതോറിറ്റി ആരാണോ അവർ ചെക്ക് ചെയ്തിട്ട് ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് ഓൺ സ്പോട്ട് നമുക്ക് പർച്ചേസ് റിക്വസ്റ്റ് അയക്കാം. പണ്ടൊക്കെ വെച്ച സൈഡിൽ പോയി ആള് കണക്കെടുത്ത് തിരിച്ച് ഓഫീസിൽ വന്ന് ആ കണക്കൊക്കെ എഴുതി ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് സീനിയറിനെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് സീനിയർ 2 ദിവസം ഇരുന്ന് റിവ്യൂ ചെയ്ത് സീനിയർ റിവ്യൂ ചെയ്യാൻ വേണ്ടി അയാൾ പോയിട്ട് അതിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ എടുക്കും, രജിസ്റ്ററിൽ എൻട്രി ചെയ്യാൻ മൊത്തം നോക്കണം. അത് കഴിഞ്ഞിട്ട് ഫുള്ള് സീനിയർ സാങ്ഷൻ ചെയ്യുന്ന ഒരു ലെറ്റർ കൊടുക്കും. എന്നിട്ട് ആ ലെറ്റർ കൊണ്ടുപോയി അയാൾ ഒരു പർച്ചേസ് ഓർഡർ അടിച്ചെടുക്കണം അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന്. ആ ഓർഡർ പിന്നെ അയാൾ കൊണ്ടുപോയി നമ്മളുടെ വെണ്ടറിന്റെ അടുത്ത് കൊടുക്കണം. വെണ്ടറിന്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ കിട്ടുന്നവരേക്കും വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അയാൾ ഓടി നടന്ന് ചെയ്യണം. പകരം നമുക്ക് ഒറ്റ ടച്ചിൽ ഫോണിൽ എടുത്തിട്ട് ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുത്താൽ ഓൺ സ്പോട്ട് നോട്ടിഫിക്കേഷൻ വരും. എനിക്കാണെങ്കിൽ അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ പ്രോജക്റ്റിൽ അന്ന് വരെയും കൺസ്യൂം ആയ മെറ്റീരിയൽ ഇത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്, ഇനി നമുക്ക് ഇത്രയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് ഓൺ സ്പോട്ട് എനിക്ക് കിട്ടുക. അപ്പൊ ഞാനും രജിസ്റ്റർ ഒക്കെ നോക്കി തല ഉണ്ടാക്കണ്ട, വേഗം അത് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ സൈറ്റിൽ അതിനുള്ള പർച്ചേസ് ഓർഡർ ചെയ്യാം. പർച്ചേസ് ഓർഡറും അയാൾ ബില്ലടിച്ച് വരാനും നിൽക്കണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ പർച്ചേസ് ഓർഡറിന്റെ പേജിൽ പോയി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓൺ സ്പോട്ട് അവിടെ നോട്ടിഫിക്കേഷൻ വരും ഓർഡറിന്റെ. അത് ഓർഡർ സാങ്ഷൻ ആയ നേരെ മെയിൽ ചെയ്താൽ മതി വെണ്ടറിനെ. വെണ്ടറിനെ വിളിച്ചു പറയും, ദേ ഇങ്ങനെ ഒരു ഓർഡർ ഞങ്ങൾ അയക്കുന്നുണ്ട്, സാധനം ഡിസ്പാച്ച് ചെയ്തെന്ന് പറയും. ഓടി നടക്കാണ്ട് കാര്യം സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു പർച്ചേസ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അത്ര ഫാസ്റ്റ് ആയിട്ട് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷനിൽ നല്ലൊരു വ്യത്യാസം വരും. കൺസ്ട്രക്ഷൻ മാനേജ് ചെയ്യുന്ന മെത്തേഡ്സിൽ നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും ERP-ക്ക്. അത് ഒരു ഇനി ഇതുപോലെ നമുക്ക് പ്ലാനിങ് ഉണ്ട്. MSP-യിൽ ഡയറക്റ്റ് അല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾക്ക് ഈ ERP തന്നെ ഒരു പ്രൊജക്ട് പ്ലാനിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. എന്റെ V2-ലായിരിക്കില്ല, PMC-യിലായിരിക്കും. ഓക്കെ, അത് ഗാൻ ചാർട്ട് പോലെ നമുക്ക് സാധാ ഗാൻ ചാർട്ട് തന്നെയാണ്. പ്രോജക്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുത്ത് കാണിച്ചു തരാം. ഇതിന്റെ പ്ലാനിങ് കഴിഞ്ഞിട്ടില്ല ഈ പ്രോജക്റ്റിന്റെ, അതുകൊണ്ട് ഇതിൽ കാണിക്കാത്ത പ്രോപ്പർ ഗാൻ ചാർട്ട് കാണിക്കും കേട്ടോ. ഇതിപ്പോ ഈ പ്രോജക്റ്റിന് ഇല്ല, ഞാൻ വേറെ എണ്ണം എടുക്കാൻ നോക്കട്ടെ. അത് ലോഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഓക്കെ, ഇനി വരുന്ന എസ്റ്റിമേഷനാ. ഇന്നലെ സാർ ഒരു സോഫ്റ്റ്വെയർ കാണിച്ചു തന്നില്ലായിരുന്നു, എസ്റ്റിമാക്സ് എന്ന് പറഞ്ഞിട്ട്. സാധാഗതിയിൽ ഒരു എസ്റ്റിമേഷൻ നമ്മളൊരു കമ്പനിക്ക് കൊടുക്കുവാണെങ്കിൽ അവര് അത് കൈകൊണ്ട് എഴുതി കൂട്ടിയെടുക്കാൻ എങ്ങനെ ഒരു 2-3 ദിവസം എടുക്കും. എന്നാലേ നമുക്ക് ആ റിപ്പോർട്ട് കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. ആ കിട്ടിയ റിപ്പോർട്ടും ചിലപ്പോ പകുതിയായിരിക്കും, ഫുൾ റിപ്പോർട്ട് ചിലപ്പോൾ കിട്ടാൻ ഒരാഴ്ച എടുക്കും. 3 ദിവസമൊക്കെ നമുക്കൊരു ചെറിയ ബിൽഡിംഗ്, ഒരു 1000-2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിന് ആവുകയാണെങ്കിൽ, ഒരു വലിയ ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിൽ, ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ ഒരു മാസം എടുത്തുനിന്ന് വരും. യൂഷ്വലി ഗവൺമെന്റ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു കൊല്ലമൊക്കെ ആണ് എടുക്കുന്നത്, അത്രയ്ക്ക് സ്ലോ ആണ്. പക്ഷെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇനി നമ്മളുടെ കേസിലാണെങ്കിൽ നമുക്കതൊരു 10-15 മിനിറ്റ് മതി. 10-15 മിനിറ്റ് തന്നെ തള്ളി മറിക്കുകയല്ല, സത്യം പറഞ്ഞാൽ അത്രയും മതി. നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എസ്റ്റിമാക്സ്. എസ്റ്റിമാക്സിന് AI-യുടെ കഴിവുകളുണ്ട്. സോ പുള്ളി അതിൽ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഓട്ടോക്യാഡിൽ ജസ്റ്റ് സെലക്ട് ചെയ്യത്തില്ലേ, സെയിം
പ്രോസസ്സിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോയിങ് ഫുൾ റീഡ് ചെയ്തിട്ട് അതിൽ സെൻട്രൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് സെൻട്രൽ ലൈൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഉണ്ട്. ആ സെയിം മെത്തേഡിൽ ഇക്വേഷൻസ് അതിനകത്ത് ഇംബഡ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻസ് വെച്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫുൾ ബിൽഡിങ്ങിന്റെ ഒരു എസ്റ്റിമേറ്റ് റിപ്പോർട്ട് സഹിതം നമുക്ക് തരും. ഈ കിട്ടുന്ന ഫയല് നമുക്ക് ERP അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടോ ആഡ് ഓർ അപ്ലോഡ് എസ്റ്റിമാക്സ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് ചെയ്താൽ നേരെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും അത് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ അകത്ത് നമ്മളിപ്പോ ബ്രിക്ക് മേസണറി ഫസ്റ്റ് ഫ്ലോറിൽ സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് മേസണറി ഫസ്റ്റ് ഫ്ലോറിൽ പണിയണം എന്നുള്ളതിന്റെ ഒരു ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ആവും. ഫസ്റ്റ് ഫ്ലോർ ലെവലായിട്ട് ബ്രിക്ക് മേസണറി ടാസ്ക് ആയിട്ടും ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ പ്ലാനിങ് നമ്മൾ 2-3 ദിവസം എടുത്ത് ചെയ്യുന്ന പ്ലാനിങ് 1-2 മണിക്കൂർ നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അത് ഡിപ്പെൻസ് പ്രൊജക്ട് സൈസ് അനുസരിച്ചാണ്. ചിലപ്പോൾ ചെറിയ പ്രൊജക്ട് ആണെങ്കിൽ അതിലും കുറവ് സമയം മതി. പിന്നെ ഇതിനകത്ത് വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്ലോൺ ചെയ്യാം. സിമിലർ പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരേപോലത്തെ വില്ലകളാണ് പണിയുന്നതെങ്കിൽ വിചാരിക്കുക, ആദ്യം ഒരു വില്ലക്ക് ചെയ്ത പ്ലാനിങ് നമുക്ക് കോപ്പി ചെയ്യാം വേറെ പ്രൊജക്റ്റിലേക്ക്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈം 5 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലാനിങ്ങിനെ കുറിച്ച് കുറെ പറഞ്ഞു, പക്ഷെ പ്ലാനിങ്ങിന്റെ ഒരെണ്ണം കാണിച്ചു തന്നില്ല. ഇത് ലോഡ് ആവട്ടെ കേട്ടോ, ഇവിടെ നമുക്ക് ബാക്കി നോക്കാം. ഇനി അടുത്ത വരുന്നത് ബാർബെൻഡിങ് ഷെഡ്യൂളാണ്. ഞാൻ പറഞ്ഞു സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല, ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കണം. ഇനി ഡീറ്റെയിൽ ചെയ്താലും കാര്യമില്ല എന്ന് പറയില്ലേ, അതാ കാര്യം. അതായത് ഡീറ്റെയിൽ ചെയ്ത് കൊടുത്താൽ പോലും സൈറ്റിൽ തെറ്റിക്കും. അവിടെ പണിയുമ്പോഴത്തേക്കും ഒരു കമ്പി കൂട്ടിയിടും, ഒരു കമ്പി കുറച്ചിടും, എല്ലാം കൂടെ ഒരിടത്ത് മുറിച്ച് വെക്കും, LD കൊടുക്കത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും. സോ നമ്മള് എത്ര സ്ട്രെങ്ത് കൺസിഡർ ചെയ്ത് ബിൽഡിംഗ് പണിതാലും പ്രോപ്പർ LD ഇല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഫെയിൽ ആവും. ഒറ്റ ഭൂമി കുലുക്കം മതി, തവിട് പൊടി എല്ലാം താഴെ കിടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനാണ് ഈ ഒരു കാര്യം, ബാർ ബെൻഡിങ് ഷെഡ്യൂള്. ഇത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇത് നല്ല സ്കോപ്പ് ഉള്ളൊരു വർക്കാണ്. ഞങ്ങൾ ആക്ച്വലി കാനഡയിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. കോളിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അവിടെ. ആ കമ്പനിയിൽ അവർ ഡിസൈൻ ചെയ്യും, ഫയൽ അയച്ചു തരും, ഫുൾ ഡീറ്റെയിലിങ്ങും ബാർബെൻഡിങ് ഷെഡ്യൂളും നമ്മൾ തിരിച്ചു കൊടുക്കും. അവർക്ക് അതിനാൽ അവരത് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി മാൻ പവർ ചീപ്പ് ആയതുകൊണ്ടായിരിക്കും ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. നമുക്ക് എന്ന് വെച്ചാൽ അത് വലിയ വർക്കാണ്, 1-2 മാസത്തെ വർക്ക് ഉണ്ടാവും. ഹൈലി പെയ്ഡ് ജോബാണ്. ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർനാഷണൽ ലെവൽ ഡീറ്റെയിലിങ്ങിലോട്ട് എക്സ്പോസ്ഡ് ആവും. അവരുടെ ഡീറ്റെയിലിംഗ് മെത്തേഡ്സ് നമ്മളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റാ. ഫോളോ ചെയ്യുന്ന കോഡുകളും വ്യത്യാസമുണ്ട്. അവരവിടെ യൂസ് ചെയ്യുന്ന യൂറോ കോഡാണ്. യൂറോ കോഡ് 1ഉം 2 ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് IS 2502 ആണ്. ഡീറ്റെയിലിങ്ങിന് ഓൾമോസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുവാണ്. കാരണം പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് പോയതുകൊണ്ടേ ചെറിയൊരു കാറ്റടിച്ച പോലെ നമ്മുടെ IS കോഡ്. അവരുടെ കോഡ് നമ്മുടെ കോഡൊക്കെ നോക്കി ഏകദേശം ഒരമ്മയുടെ മക്കളെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് അത് നോക്കി വെച്ച് പഠിക്കാം. ബാക്കി കാര്യങ്ങൾ അവരുടെ കോഡിൽ നിന്ന് തന്നെ റെഫർ ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് ലെവലും പുറത്ത് നിങ്ങളിപ്പോ ഇവിടെ പഠിച്ചു ഇതുകൊണ്ടൊരു ഗുണമില്ലെന്ന് വിചാരിക്കരുത്. നാളെ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഈ ബാർബെൻഡിങ് ഷെഡ്യൂൾ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ചെയ്യാൻ മനസ്സിലാക്കി പഠിക്കണം. അല്ലാണ്ട് ജസ്റ്റ് ഒരു റോബോട്ട് ചെയ്യുന്ന പോലെ വരിക, കുറച്ച് വരയ്ക്കുക, സ്കാൻ ചെയ്യുക, പരിപാടി അങ്ങനെ തീരത്തില്ല. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, എവിടെ LD കൊടുക്കണം, എന്തിന് ലാപ്പിംഗ് കൊടുക്കണം, മൊമെന്റിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്ട്രക്ചർ ഡിസൈനിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. EBS പക്ക ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് സ്ട്രക്ചർ ഡിസൈനിൽ തെറ്റ് പറയാൻ പറ്റും. അത്രയ്ക്കും അറിയാൻ പറ്റും. എന്നുവെച്ചാൽ സ്ട്രക്ചറിന്റെ ബേസിക് നോളേജ് ഇല്ലാണ്ട് ബാർബെൻഡിങ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. എസ്റ്റിമേഷൻ ചെയ്യാൻ അത്രയ്ക്കും വലിയ തലപൊക്കഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്ക ആൾക്കാരും മടിക്കുന്ന ഒരു കാര്യമാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ. പക്ഷേ ഇതിനെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഇന്നലെ നമുക്ക് ഒരു ഡെമോയിൽ കാണിച്ചു തന്നില്ലായിരുന്നോ നിങ്ങൾക്ക്? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇവിടെ വന്നായിരുന്നു അല്ലേ? ഇവിടെ ഇപ്പോ റീസെന്റ് റൺ ചെയ്യുന്നൊരു പ്രൊജക്ട് എടുത്ത് കാണിച്ചതേ. ഇത് ലോഡ് ആവട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് ഇതുപോലെ 3D ഇമേജസ് ബാറിന്റെ വരയ്ക്കാന്ന്. ഇത് ആക്ച്വലി ബാർബെൻഡിങ് ഷെഡ്യൂള് ചെയ്തതാണ്.
ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് എടപ്പള്ളിയുടെ ഒത്ത നടുക്കായിട്ട് അമ്പിസ്വാമി എന്ന റെസ്റ്റോറന്റ് ഉണ്ട്. അത് തൊട്ട് പുറകിലായിട്ട് ഇപ്പൊ ഒരു ഫുള്ള് സ്റ്റീലിൽ ചെയ്ത ഒരു ബിൽഡിംഗ് പൊങ്ങിയിട്ടുണ്ട്. അതിന്റെ ബേസ്മെന്റ് കാണുന്നത്. റിയൽ ലൈഫ് പ്രോജക്റ്റില് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ബാർബെൻഡിങ് ഷെഡ്യൂളിന്റെ ഒരു സ്നിപ്പറ്റ് മാത്രമായി കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതുപോലെ എന്തിനേയും നമുക്ക് ബാർബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പണ്ടെന്ന് വെച്ചാൽ ഓട്ടോക്കാഡിൽ വരയ്ക്കുന്ന ബാർബെൻഡിങ് ഷെഡ്യൂൾ. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇത് എങ്ങനെ ഈ കമ്പി പോയിരിക്കുന്നത്, എങ്ങനെ തിരിഞ്ഞിരിക്കും, എങ്ങനെ മറിഞ്ഞിരിക്കും, എങ്ങനെ ചെരിഞ്ഞിരിക്കും, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പക്ഷെ റെവിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഒരു ഫ്രീഡം. നമുക്ക് ആ കമ്പി കറക്റ്റ് സൈഡിൽ എങ്ങനെ ഇടുന്നുള്ളത് എക്സാക്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അത്രയ്ക്ക് അഡ്വാൻറ്റേജാ വരുന്നത്. അപ്പൊ പണ്ട് ബാർബെൻഡിങ് ഷെഡ്യൂളിൽ 2D ആണെങ്കിൽ ഇത് 3Dയുടെ യുഗമാണ്. ബാർബെൻഡിങ് ഷെഡ്യൂൾ വരേക്കും നമുക്ക് 3D കിട്ടുക. എസ്റ്റിമേഷൻ കഴിഞ്ഞ് എസ്റ്റിമാക്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വരെ റെവിറ്റിൽ പോയിട്ട് 3D ആയിട്ടാണ് നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നത്. സോ എല്ലാം നമ്മൾ 3Dയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 2Dയിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3D വരുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആക്യുറസിയുടെ ലെവൽ എന്ന് പറയുന്നത് മാനുവലി ചെയ്യുമ്പോൾ 80% ആണെങ്കിൽ 2D ചെയ്യുമ്പോൾ ഒരു 90-95% വരും. 3D ചെയ്യുമ്പോൾ അത് 99.9% അക്യുറസിയാണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് MEP-കാരുടെ എന്തെങ്കിലും പൈപ്പ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന്റെ എന്തെങ്കിലും ഇത് കോൺട്രാക്ട് ഇടണമെങ്കിലോ ഒക്കെ പക്കയായിട്ട് മോഡൽ ചെയ്ത് കണ്ടുപിടിക്കാം. എവിടെ കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് അഫക്ട് ചെയ്യാണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, നമ്മളുടെ പ്ലാനിങ് എന്ത് കണ്ടോ? ഇതുപോലെ ഗാൻ ചാർട്ട് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഇത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആട്ടോ. മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റിന്റെ പോലെ അത്രയും ടയറിങ് അല്ല. നമുക്ക് ആകെ സ്റ്റാർട്ട് ഡേറ്റ് ഫില്ല് ചെയ്യുക, ഡ്യൂറേഷനും ഡിപ്പെൻഡൻസിയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗാൻ ചാർട്ട് റെഡി ആവും. അതിന്റെ ക്രിട്ടിക്കൽ പാത്ത് എടുക്കാനും പറ്റും നമുക്ക്. ഇതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് കാണിക്കാനുള്ള ഓപ്ഷൻ ആണ്. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രൊജക്ട്, ഹോൾഡിൽ ഇട്ടേക്കുക, അതാണ് ക്രിട്ടിക്കൽ പാത്ത് കാണിക്കാതെ. ഓൺഗോയിങ് പ്രോജക്റ്റിലാണെങ്കിൽ പാത്ത് കറക്റ്റ് ആയിട്ട് റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ അതാണ് പ്ലാനിങ്ങിന്റെ പോർഷൻ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും കവർ ചെയ്തു. ഇത്രയാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തരണേ. ഇതിലൊന്നും നമുക്ക് കളയാനില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുൾ കംപ്ലീറ്റ് എഞ്ചിനീയർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ എല്ലാത്തിലും ട്രെയിൻ ചെയ്യാൻ നോക്കാം. അല്ല, നിങ്ങൾക്ക് ഇത് മൊത്തം പഠിച്ചത് നിങ്ങളുടെ തലയിൽ കയറത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് വെക്കും ഫോർവേഡ് ഈ ഒരാഴ്ച. ആ ക്ലാസ്സസ് കണ്ടിട്ട് ഇന്ന ടോപ്പിക്സ് ആണ് എന്റെ ഇൻട്രസ്റ്റിന് ചേർന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മാത്രം വർക്ക് ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഏതൊക്കെ അസൈൻമെന്റ്സ് ചെയ്തു, ഇപ്പൊ നിങ്ങൾ എസ്റ്റിമാക്സ് മാത്രമേ ചെയ്തെങ്കിൽ എസ്റ്റിമാക്സിന് അസൈൻമെന്റ് വെക്കുക, അറ്റൻഡൻസ് ഉണ്ടാവും അതിന്റെ ക്ലാസ്സസിന്. അതിൽ അത്യാവശ്യം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയിൽ ഇഷ്യൂ ചെയ്യും. വേറെ ഒന്നും നോക്കത്തില്ല. എല്ലാ ക്ലാസ്സിന്റെയും അറ്റൻഡൻസ് സൂക്ഷിക്കുന്നതായിരിക്കും. ഇപ്പൊ ക്ലാസ് തുടങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ കയറുന്ന ആൾക്കാർക്ക് മാത്രമേ അറ്റൻഡൻസ് ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് കയറുന്ന ആൾക്കാർക്ക് ആർക്കും അറ്റൻഡൻസ് ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ വൈവാസും ഗൂഗിൾ ക്വിസസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്കൊരു ഗൂഗിൾ ഷീറ്റ് തരും, ഫോം തരും. ഫോമിൽ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ എന്തെങ്കിലും ചെറിയ 1-2 പോയിന്റ്സ് വെച്ചിട്ട് ഒരു 5 മിനിറ്റിന്റെ ക്വിസ് നിങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ മാർക്സും നമ്മൾ നോക്കും കേട്ടോ. അതിന്റെ മാർക്സ് നോക്കുന്നത് വരുന്നത് കൊണ്ടല്ല, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് ക്വിസസ് ഉണ്ടാവും. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഞങ്ങൾ രാവിലെ തൊട്ട് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നവരേക്കും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓവറായിട്ട് ശല്യപ്പെടുത്തരുത്, ഞങ്ങൾക്ക് ഫാമിലി ഒക്കെ ഉള്ളതാണ്. ഡൗട്ട്സ് ചോദിക്കുന്ന യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങളുടെ ഡൗട്ട് ഉള്ള പോർഷൻ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങളുടെ ഡൗട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുക, ഇടുക. ഇത്രോ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഇന്ററാക്റ്റീവ് ആയിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെ ആവാം. നിങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ ക്ലാസ് വെക്കണമെങ്കിൽ അത് ആലോചിക്കാവുന്ന കാര്യമാണ്. അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട്. പക്ഷെ റിപ്പീറ്റ് ക്ലാസ് അല്ല. ഓൾറെഡി എടുത്ത ടോപ്പിക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തെടുക്കുന്നതല്ല. എടുത്ത ടോപ്പിക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാത്രമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ക്ലാസ് ഒക്കെ നമുക്ക് വെക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അത് ജനറലി ടോപ്പിക്സ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക എന്നാലും ചെയ്യാം. അതായത് അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ പൊതുവെ എന്തുകൊണ്ട് ഈ കോഴ്സ് പഠിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തിനു പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്.
ഞാനായിട്ടൊന്നും ഫോഴ്സ് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ആരും നിങ്ങളൊന്നും നിർബന്ധിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വരും, ക്ലാസ് എടുക്കും, നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ പഠിക്കാൻ, അതിൽ കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പാരലി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇന്ററാക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരും. ഞാൻ പറഞ്ഞ പോലെ പ്രൊജക്ട്സിന്റെ സൈഡ് മീറ്റിംഗ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അത് കണ്ടുപഠിക്കാം, സൈറ്റിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഒരു ശരിക്കും എക്സ്പീരിയൻസ് എഞ്ചിനീയർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അടുത്തറിഞ്ഞ് മനസ്സിലാക്കാനുള്ള എല്ലാ ഓപ്ഷൻസും തരുന്നതായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും കേട്ടോ. ആ ദിവസം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സൈഡ് മീറ്റിംഗിൽ എൻട്രി തരാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആണ്, ഇതിലേക്ക് ഓറിയന്റഡ് ആണ്, താല്പര്യമുള്ളവരാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് സൈറ്റ് മീറ്റിംഗ്സ് എല്ലാം ജോയിൻ ചെയ്യാനും സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ചാൻസ് കിട്ടും. പിന്നെ സത്യം പറയുവാണെങ്കിലേ, ഈ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമുക്ക് വിചാരം ഉണ്ടാവും. പക്ഷെ സൈറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മള് പത്തി മടക്കി താഴത്തേക്ക് വരും. അതിന്റെ കാരണം എന്ന് വെച്ചാല് സൈറ്റിൽ നടക്കുന്ന പല കാര്യങ്ങളും റിലേറ്റ് ചെയ്തൊന്നും നമ്മളെ അക്കാഡമിയിലില്ല. അത് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. നമ്മള് വലിയ കാര്യത്തിൽ ബിഎംഇ ഡിസൈനും തിയറി ഒക്കെ പഠിച്ച് നിൽക്കുവാണ്, സൈറ്റിൽ ചെന്ന് ബാർബെൻഡിങ് ഷെഡ്യൂൾ വരുമ്പോൾ ക്ലീവ് പോകും. ഈ സാധനം എന്താന്ന് ഇതുവരെയും കണ്ടിട്ടും കൂടി ഉണ്ടാവത്തില്ല. അതിലെന്താ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വായിക്കാൻ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ അവിടെ കമ്പ്യൂട്ടർ വെച്ചേക്കുന്നത് ശരിയാണോ നോക്കുന്നത്? ബിഎംഇ ഡിസൈൻ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഡീറ്റെയിൽ തന്നെ അറിയാൻ പറ്റുന്നതും സൈറ്റിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതും വേറെ കാര്യമാണ്. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്ത് ഗെയിൻ ചെയ്യേണ്ടത്. ഇത്രയും ഗുണമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇത് 4 വർഷമായിട്ട് കൊണ്ടുനടക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് പോയാനെ. ഞങ്ങളായിട്ട് കഴിഞ്ഞ ബാച്ച് നിർത്തിക്കളഞ്ഞതാ. കാരണം വെച്ചാൽ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അവര് ഒട്ടും ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ക്ലാസ് വെച്ചിട്ട് അവർ വരാണ്ടിരുന്നപ്പോഴൊക്കെയാണ് നമ്മൾ നിർത്തിയത്. കാര്യം ഈ പഠിപ്പിക്കുന്ന ഓരോ ഫാക്കൽറ്റീസും ആക്ച്വലി ഫാക്കൽറ്റീസ് അല്ല, ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. ഞങ്ങൾ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരാ. ഞങ്ങളുടെ സൈറ്റിലെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് പാഷനേറ്റ് ആണ്, നമ്മൾ പഠിച്ച് അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പ്രൊഫഷണലി ടീച്ചേഴ്സ് അല്ല, ഞങ്ങൾ അതിന്റെ ട്രെയിനിങ് എടുത്ത ആൾക്കാരും അല്ല. ഞങ്ങൾ എന്താണോ സൈറ്റിൽ നിന്ന് പഠിച്ച് സൈറ്റായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത്. അത് ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അത് പഠിക്കുന്നത് കണ്ട് മനസ്സിലാക്കി വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സസ് ഇല്ലേ, ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും. ഫുൾ വർക്ക്ഷോപ്സ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ്സും ആക്ച്വലി ഞങ്ങൾ പണ്ട് ചെയ്ത പ്രൊജക്ട്സ് ആയിരിക്കും. കറന്റ് പ്രൊജക്ട്സിൽ നിങ്ങൾക്ക് കൈയിടാൻ തരുന്നത് നിങ്ങൾ അതിലേക്ക് വന്നു, നിങ്ങൾ അത്യാവശ്യം കേപ്പബിൾ ആണെന്ന് കണ്ടതിന് ശേഷം മാത്രമേ തരത്തുള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ബാർബെൻഡിങ് ഷെഡ്യൂൾസ് ചെയ്യാം, എസ്റ്റിമേഷൻസ് ചെയ്യാം. ഞങ്ങൾ ഡെയിലി എസ്റ്റിമേഷൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഞാൻ പറഞ്ഞില്ലേ 15 മിനിറ്റ് മതി ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ. സോ ഡെയിലി ബേസിസ് ഞങ്ങൾ എസ്റ്റിമേഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ നിന്ന് പറയുന്ന സമയത്ത് ഒരാളോട് എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ മിക്ക ആൾക്കാരും വർക്ക് ഫ്രം ഹോം ആണ്. സോ ഞങ്ങൾ 24/7 വർക്കിംഗ് എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പൊ രാവിലെ ഞങ്ങൾ ബ്രേക്ക് എടുത്താൽ വൈകിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും. IT-ക്കാർ വർക്ക് ചെയ്യത്തില്ലേ, ഓൾമോസ്റ്റ് ആ ഒരു ഫോർമാറ്റിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ, ഞങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട്. കാര്യം വെച്ചാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ്. ഞങ്ങൾ പക്ഷെ ഡെലിവർ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. സോഫ്റ്റ്വെയറിൽ ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിലെ ബേസിക്സ് നിങ്ങൾക്ക് അറിയണം. അല്ലാണ്ട് ഈ സോഫ്റ്റ്വെയർ ഒന്നും കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ എസ്റ്റിമാക്സ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ഇക്വേഷൻ വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തെന്ന് അറിഞ്ഞില്ലെങ്കിൽ നാളെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഇത്രനാൾ നിങ്ങൾക്ക് നേരെയുള്ള മതിൽ വന്നിട്ട് ഒരു വളഞ്ഞ മതിൽ തരുവാണെങ്കിൽ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ടിന്റെയും കോൺസെപ്റ്റ് സെയിമാ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ കർവ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് റേഡിയസും 2πr ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ വ്യത്യാസം, ആ ട്രാൻസിഷൻ നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ്സ് എല്ലാം പഠിച്ചിരിക്കണം. സോ ഈ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഭാവിയിൽ ഒരു കമ്പനിയിൽ ചേരുക, എനിക്ക് അവിടെ ആഡ്സ്പ്രോ ഇല്ല, പിന്നെ ഞാൻ ഈ പഠിച്ച് വെറുതെ എന്ന് വിചാരിക്കും. പക്ഷേ ആഡ്സ്പ്രോ പോലത്തെ സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, എക്സാക്ട്ലി സെയിം എന്ന് ഞാൻ പറയത്തില്ല, ഇതിന്റെ പാർട്സുകൾ സെയിം ആയിട്ട് വരുന്ന വേറെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് ആഡ്സ്പ്രോ റെക്കമെൻഡ് ചെയ്യാം. പലരും ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. അവരും നമ്മളുടെ അടുത്ത് നിന്ന് സർവീസ് ആയിട്ടും സോഫ്റ്റ്വെയർ ആയിട്ടും വാങ്ങുന്നുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ അവർക്ക് ആള് കുറവാണെങ്കിൽ അവര് ഈ സോഫ്റ്റ്വെയർ ഒക്കെ പഠിപ്പിച്ച് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള സമയം ഇല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്,
ഇതിന്റെ ബാർഗനിങ് ഷെഡ്യൂൾ തരണം എന്ന് പറയും, കോളൻസ് ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ അവർക്ക് നമ്മൾ അതിന്റെ ബാർഗനിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അവരുടെ ഫോർമാറ്റിൽ. നമ്മുടെ ഫോർമാറ്റിൽ കൊടുക്കുന്നതല്ല, അവർക്ക് എന്താണോ ഔട്ട്പുട്ട് റിക്വയർഡ് ആ ഔട്ട്പുട്ട് റിക്വയർഡിന്റെ ഫോർമാറ്റിൽ കൊടുക്കും. സെയിം വേ. അപ്പൊ ഇത് ഡെഡ് എൻഡ് അല്ല, ഇതിൽ നിന്ന് പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ 4 വർഷമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നാളെ ഇവിടുന്ന് പോയാലും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബേസിക്സ് എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ന് വെച്ചാൽ നാളെ റിസൈൻ ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. ഐ എം ഹാപ്പി വിത്ത് മൈ വർക്ക്. ഞാൻ ഇവിടെ ഒരു വർക്കല്ല ചെയ്യുന്നത്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ മോഡ്യൂൾസിലും ഞാൻ കൈവച്ചിട്ടുണ്ട്, സോയിൽ റിപ്പോർട്ട് ഒഴികെ. കാര്യം അതെന്റെ ഏരിയ ആയിട്ടില്ല ഇതുവരേക്കും, അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. സോ അതും താല്പര്യക്കുറവൊന്നുമല്ല കേട്ടോ, സമയം കിട്ടുവാണെങ്കിൽ ചെയ്യും. ഇപ്പൊ തന്നെ ആവശ്യത്തിന് വർക്കുണ്ട്, ഇനി അതും കൂടി ചെയ്ത് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഓഫ് ഫീൽഡും ചൂസ് ചെയ്യാം, മാറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പൊ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പ്രൊജക്ട് മാനേജ്മെന്റ് എന്നാ, പിന്നെ ഞാൻ അതിൽ നിന്ന് എസ്റ്റിമേഷൻ ഫീൽഡിലേക്ക് മാറി, പിന്നെ ബാർബെൻഡിങ് മാറി, ബാർബെൻഡിങ് തന്നെ 3D മാറി, ഇപ്പൊ സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കൂടി ഇതെല്ലാം ഗ്യാപ്പ് കിട്ടുമ്പോൾ പ്രൊജക്ട്സ് മാറി മാറി ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ബോറടിക്കാത്ത. യൂഷ്വലി ചില കമ്പനികളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന എസ്റ്റിമേറ്റർ ആയിട്ടാണെങ്കിൽ 5-10 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ എസ്റ്റിമേഷൻ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ നിങ്ങളെ തൊടിയിക്കത്തില്ല. 1-2 പേര് ചിലപ്പോൾ പെർഫോം ചെയ്ത് അപ്പുറത്തേക്ക് മാറത്തുള്ളൂ. നമുക്കിവിടെ അങ്ങനെയല്ല, വരുന്ന 6 മാസം കൊണ്ട് നമ്മൾ എല്ലാത്തിനും അവരെ വർക്ക് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്കായിരിക്കും പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ഇത്ര കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ക്ലാസ്സിന്റെ ടൈമിങ് ഞങ്ങൾക്കൊരു 7 മണി 7:30 മുന്നേ വെക്കുന്നതായിരുന്നു സൗകര്യം. അപ്പൊ എല്ലാവർക്കും അവരുടെ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം കിട്ടുമല്ലോ. നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾക്കും ക്ലാസ്സിലെ വർക്കുകൾ ഉണ്ടാവും, അസൈൻമെന്റ്സ് ഉണ്ടാവും. ഇനി ട്രാവലിംഗ് കാരണമാണ് ചെയ്യാൻ പറ്റാത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വർത്തമാനം പറയുന്നേക്കാൾ കൂടുതൽ ഫോണല്ലേ സ്ക്രോൾ ചെയ്യുക. ആ സമയത്ത് ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് നിങ്ങളെ ടീച്ചേഴ്സ് ആരും വഴക്ക് പറയത്തില്ല. കാരണം വെച്ചാൽ നിങ്ങൾ പഠിക്കുവാണ്. സെയിം വേ നിങ്ങൾക്ക് ട്രാവൽ ചെയ്തുകൊണ്ടും ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ അത് കഴിയുമ്പോൾ പോയിട്ട് ഒന്ന് ചെയ്തു നോക്കണം. ഇല്ലെങ്കിൽ പറയുന്ന അസൈൻമെന്റ്സ് ഒന്നും അത്ര സിമ്പിൾ അല്ല, റിയൽ ലൈഫ് അസൈൻമെന്റ്സ് ആണ്. സോ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം പാരലലി. എല്ലാ വീക്ക് ഡേയ്സും കഴിഞ്ഞ് വീക്കെൻഡ് നിങ്ങൾക്ക് അവധി തരുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യാനാണ്. സോ വീക്ക് എൻഡ്സിൽ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ലീവ് തരുന്ന ദിവസങ്ങൾ, അപ്പൊ ഞങ്ങൾ കണ്ടിന്യൂസ് ക്ലാസ് തുടങ്ങിയ തീരുന്നവരെയും ക്ലാസ് അങ്ങനെയല്ല, നമുക്ക് 50 മണിക്കൂർ എടുത്ത് ക്ലാസ്സിന്റെ അവേഴ്സ് വരും. അപ്പൊ അതില് ആദ്യത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് തുടങ്ങി ഒരു 3-4 സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വരും, ഒരു ദിവസം അവധി വരും. ആ ഒരു ദിവസം അവധി നിങ്ങൾക്ക് അത്രയും ദിവസത്തെ ക്ലാസ് റിഫ്രഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനാണ്. അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത 2-3 ക്ലാസ് എടുക്കും. അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 50 അവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ട് തീർക്കാം. പക്ഷെ നമ്മൾ 2 മാസം കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കത്തില്ല. നിങ്ങളുടെ എക്സാംസ് വരുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് വരും, നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ചെയ്യാനുള്ള ബ്രേക്ക് വരും. ഫൈനലി ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് തീർന്നിട്ട് ഒരു 2 മാസം അസൈൻമെന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടൈം തരും. അതായത് ക്ലാസ് മൊത്തം തീർന്നിട്ട് 2 മാസം നിങ്ങൾക്ക് തരും. ആ 2 മാസം ടൈം പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ ടൈം വരാം. അപ്പോൾ പഠിക്കുന്നതിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് അസൈൻമെന്റ് ചെയ്യാൻ സമയമില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പാറ്റേൺ ആക്കിയേക്കുന്നത്. ഇത് ഇന്നുകൊണ്ട് ഉണ്ടായതല്ല കേട്ടോ, 4 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. നിങ്ങളോട് ആഴ്ചയിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കോളേജിലെ അസൈൻമെന്റ്, എക്സാംസ്, പ്രസന്റേഷൻസ് എല്ലാം വരും. അപ്പൊ അതുകൊണ്ട് ഫൈനൽ 2 മന്തിലായിരിക്കും നിങ്ങൾക്ക് സബ്മിഷൻ ടൈം വരാം. പക്ഷെ വീക്ക്ലി നിങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് അസൈൻമെന്റ് ചെയ്യാനിരിക്കും ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ. അങ്ങനെ അറ്റത്തേക്ക് കൂട്ടി വെക്കരുത്, കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞ എന്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞു എന്ന് എനിക്ക് വിചാരിക്കുന്നത്. ഇനി എന്തും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇടാം കേട്ടോ. അതുപോലെ ഇനി ഒരു 5 മിനിറ്റ് ഈ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ടേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ നിങ്ങളിലേക്ക് ഒരു ചേച്ചിയുടെ പ്രായം വരുന്നുള്ളൂ, ഒരു 5 വയസ്സ് മൂത്താണ്. അപ്പോ നിങ്ങൾക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ സംശയം ഇത് പഠിച്ചിട്ട് ഗുണമുണ്ടോ, അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാ, അങ്ങനെയുള്ള സംശയം എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ
ഒന്ന് ഇരുന്ന് ആലോചിക്കാം. ഈ കേട്ടതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് മാത്രം മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോവുക. ഓക്കെ. ഓക്കെ. നിങ്ങളോട് പറയാൻ വിട്ടിയൊരു കാര്യമുണ്ട് കേട്ടോ. ഈ റെവിറ്റ് നമ്മൾക്ക് ഇതിനകത്ത് വരുന്ന കോഴ്സ് അല്ല. പക്ഷെ കഴിഞ്ഞ ബാച്ചിലൊക്കെ കുറച്ച് പേര് ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ആഡ് ഓൺ ആയിട്ട് കൊടുത്തിരുന്നു. അതായത് ആർടെക്സ്റ്റും സ്ട്രക്ചറും റീബാർ മോഡലിംഗും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ബേസിക്സ് ആണേ. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. എല്ലാ കമ്പനീസും സ്റ്റുഡന്റ് ID കാണിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡന്റ് പാസ് ഔട്ട് ആവുന്ന വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. റെവിറ്റ് ഒക്കെ അതുപോലെയാണ്. ഇനി നിങ്ങളുടെ കോളേജിൽ പറയുവാണെങ്കിൽ അവര് സിസ്റ്റത്തിൽ റെവിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് തരും ഇതിന് വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ടീച്ചറായിട്ടും സംസാരിക്കാവാണ് കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ ലാബ് അവൈലബിൾ ആയിരിക്കും. അതായത് പേഴ്സണൽ സിസ്റ്റം ഇല്ലാത്തവർക്ക് ലാബിൽ അതിനുള്ള സൗകര്യം ചെയ്തു തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പേർക്ക് കമ്പ്യൂട്ടർ ആക്സസ് ഇല്ല അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം കപ്പാസിറ്റി ഇല്ല എന്നുള്ളവര് ഒരു ലിസ്റ്റ് തരിക. നിങ്ങളുടെ പേര് കോർഡിനേറ്റർക്ക് സ്റ്റുഡന്റ് കോർഡിനേറ്റർ കൊടുത്തിട്ട് അയാൾ വഴി തരിക. അല്ലെങ്കിൽ അങ്ങനെ ലിസ്റ്റ് എനിക്ക് തന്നാൽ മതി കേട്ടോ. അല്ലാണ്ട് പേഴ്സണലി ഓരോരുത്തർ അയച്ച് ചിലപ്പോൾ ഞാൻ വിട്ടുപോകും. അപ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ട് തരുവാണെങ്കിൽ അത്രയും പേർക്ക് നിങ്ങളുടെ കോളേജിലെ ലബോറട്ടറിയിൽ അതിനുള്ള ഫെസിലിറ്റി ഒരുക്കി തരാം. പറയാം ഞാൻ മാമിനോട്, സുസൻ മാമിനോട്. കുഴപ്പമില്ല. അത് മാമും വില്ലിങ് ആയിരിക്കും. നിങ്ങളുടെ കോളേജിൽ നിന്ന് എന്തായാലും സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ കാര്യത്തിനൊക്കെ. ഓക്കെ. അപ്പൊ വേറെ ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, വന്ന് ചോദിക്കുക കേട്ടോ. പിന്നെ പൊട്ടത്തരാന്ന് വിചാരിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ഞാൻ ഡെയിലി പൊട്ടത്തരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചീത്ത കേട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത്. ഇപ്പൊ എന്റെ പൊട്ടത്തരങ്ങളുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വിവരം വെച്ചു എനിക്ക്. പക്ഷെ സ്റ്റാർട്ടിങ്ങില് ഞാൻ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ മണ്ടൻ ചോദ്യങ്ങളാണ് ചിലപ്പോൾ നമ്മളെ പല കാര്യങ്ങളും പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അത് ചോദിക്കാൻ മടിക്കരുത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യം അതാ. വാ തുറക്കാനൊരു പേടി, ഒരു മടി. ഞാൻ പറഞ്ഞ തെറ്റി പോകുന്നുള്ളൊരു ഭയം. അതിന്റെ ആവശ്യമില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ ശരി. ഗുഡ് നൈറ്റ് എവരിവൺ. ഞാൻ വിചാരിച്ചതിനും സമയം എടുത്തു. പക്ഷെ മെയിൻ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അല്ലാണ്ട് നിങ്ങൾ ഇതിനെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പകുതി എത്തുമ്പോൾ ഇട്ടിട്ട് പോകും. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നോക്കിയത്. ഓക്കെ. അപ്പൊ ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, miss. Thank you, ma'am. You are all welcome. Thank you, ma'am.